SIR-ൽ എനുമിനേഷൻ ഫോം തിരികെ നൽകാത്തവരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാളെ വിവരശേഖരണം അവസാനിപ്പിക്കാനിരിക്കെ ബൂത്ത് അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. പട്ടികയിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. VP സഫാനുണ്ട് വിവരങ്ങൾ നൽകാനായി. VP, നാളെ ഈ പട്ടിക പുറത്തുവിടുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സമയം നാളെ അവസാനിക്കാനിരിക്കുകയാണ്. ഈ നിർണായകമായ നീക്കം SIR ഫോം നൽകാത്തവരുടെ വിവരങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇവർ അത് പ്രസിദ്ധീകരിച്ചത്? മറ്റു വിവരങ്ങൾ അജി കുഞ്ഞുമോൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് ബൂത്ത് അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു വിവരങ്ങൾ 25 ലക്ഷത്തോളം ആളുകളുടെ എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാത്തവരുടെ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിട്ടിരിക്കുന്നത്. നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ യു ഗൽക്കർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഇവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പദ്ധതിയുമായി, ഈ പരിപാടിയുമായി സഹകരിക്കാൻ കഴിയൂ എന്നുള്ളൊരു ആവശ്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നത്. ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് പുറത്തുവിടുമ്പോൾ ആ കണക്കുമായി ബന്ധപ്പെട്ട് പൊരുത്തക്കേടുകൾ രാഷ്ട്രീയ പാർട്ടികൾ ഈ യോഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഓരോ ദിവസവും ഈ എണ്ണം, തിരിച്ചു വരാത്ത ഫോമുകളുടെ എണ്ണം ഓരോ ദിവസവും ഉയരുന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിവരങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ പുറത്തുവിട്ടാൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പരിപാടിയുമായിട്ട് സഹകരിക്കാൻ കഴിയൂ എന്നുള്ളൊരു ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിരുന്നത്. ആ ലിസ്റ്റാണ് ഇപ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവിട്ട കണക്ക് 25 ലക്ഷത്തോളം ആളുകൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിവിധ കാറ്റഗറിയിൽ വിഭാഗത്തിലാണ് ഈ ആളുകളുണ്ട്. ഇതിൽ മരിച്ചുപോയ ആളുകളുണ്ട്, സ്ഥലം മാറിപ്പോയ ആളുകളുണ്ട്. ഈ കമ്മീഷന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോം തരാൻ നിരസിച്ച ആളുകൾ, അങ്ങനെ വിവിധ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഈ ആളുകളുടെ ലിസ്റ്റാണ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നാളെ ഇതിൻ്റെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനിരിക്കുകയാണ്. നാളെ ഒറ്റൊരു ദിവസം മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. നേരത്തെ തന്നെ ആദ്യം മുതൽ ഉള്ള റിവ്യൂ മീറ്റിംഗിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിലൊരു ലിസ്റ്റിന് പകരം, ഇത്തരത്തിലൊരു കണക്കിന് പകരം ഈ ആളുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടാലേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹകരിക്കാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആവശ്യം നേരത്തെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിലാണ് കമ്മീഷൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ ഈ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളുടെ ഹിയറിംഗ് വിളിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. അതുമായി സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും 25 ലക്ഷത്തോളം ആളുകളുടെ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ആകെ വോട്ടർമാരുടെ 10% എണ്ണമാണ് ഇവരുണ്ടാവുക. നിലവിലെ ഈ കണക്ക് പ്രകാരം കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ 10% ആളുകൾ പുറത്തു പോകാനുള്ള, അതായത് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, മരിച്ചവരുടെ അടക്കം ഈ ലിസ്റ്റിലുണ്ട്. മരിച്ചവരുടെ അടക്കം ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇപ്പോൾ BLOമാർ ശേഖരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മരിച്ചവർ എന്ന് രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റ് അടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരുന്നത്. അതിൻ്റെ ഒക്കെ മരിച്ചവരുടെ രേഖപ്പെടുത്തിയതിലടക്കം എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഈ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾ ഈ ലിസ്റ്റ് അടിസ്ഥാനത്തിൽ, ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കുമെന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചിരുന്നത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇനി ഒരു ദിവസം മാത്രമേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ ഈ ഫോം തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് ഉള്ളൂ എന്ന് മാത്രമാണ്. 23-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അങ്ങനെ ഇരിക്കെയും ഒരു മാസത്തോളം വോട്ടർമാർക്ക് ഇതിൻ്റെ ആക്ഷേപങ്ങളും മറ്റും പരാതികളൊക്കെ പരിഹരിക്കാനുമുള്ള ഒരു സമയം കൂടിയുണ്ട്. ഏതായാലും ഈ ലിസ്റ്റ് കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം കുറച്ചുകൂടി എളുപ്പമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ കണിശമായി ഉന്നയിച്ച ഒരു ആവശ്യമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. ശരി.